അവർ ആഘോഷം ഉണരുകയാന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമൻ ഉണ്ണി പിറന്നല്ലോ കൊന്നുകളായി പാടാമോട്ടെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമൻ ഉണ്ണി പിറന്നല്ലോ പിറന്നല്ലോ. എന്താണ് നിർത്തുന്നത്? മുന്നോട്ട് പോകത്തില്ല. എന്താ എന്നെ പദം ഒപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്കറിയാം. എന്താണ് നിർത്തുന്നത്? എന്തിനാണ് നിർത്തുന്നത്? അച്ഛാ, നമ്മുടെ നേരത്തെ എഗ്രിമെന്റ് പ്രകാരം നമ്മൾ ഒരു സ്പോട്ടിന് 3 മിനിറ്റ് മാത്രമേ നിർത്തത്തുള്ളൂ. നീ ക്രിസ്മസ് പാപ്പയല്ലയോ? അതെ. അല്ല, വന്ദേ ഭാരത് അല്ലല്ലോ 3 മിനിറ്റ് നിർത്തിയിട്ട് പാനക്കോട്ടെ. എനിക്ക് മണിയുടെ യോഹനാൻ എങ്ങി വന്നേ. എന്റെ പൊന്നച്ചായ ബോൾ വെച്ച് തന്നെ അടിക്കല്ലേ. എന്താ കാര്യം? നീ പറഞ്ഞിട്ടില്ല ഇവനെ ഇവിടെ ഇരുന്ന് വിളിച്ചത്. അതിനെന്താ കുഴപ്പം? സത്യം പറഞ്ഞു, എനിക്ക് ഇവനെ അങ്ങോട്ട് പേടിക്കുന്നില്ല. ഇവനെ അത് ഈ വണ്ണം വയറൊക്കെ ഇച്ചിരി കൂടുതലായിട്ടാ. പക്ഷെ അച്ഛൻ അമുക്കി ഒന്ന് പിടിച്ചാൽ ചിലപ്പോ കൈ കിട്ടും. ഈ പാതിരാത്രി ഞാൻ പുനരാൻ കൊണ്ടുവന്നേക്കുന്നതല്ല. എനിക്ക് ഇവനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഇത് സാന്റയുടെ വേഷം കെട്ടാൻ കൊണ്ടുവന്ന, അല്ലാതെ അച്ഛന് കെട്ടാൻ കൊണ്ടുവന്ന അല്ല. കഴിഞ്ഞ പറഞ്ഞ നീ ഇവനെ എഴുന്നള്ളിച്ചോണ്ട് വന്നേയില്ല ഇവിടെ. അതിന് എത്ര രൂപ കൊടുത്തു ഇവന്? അതിന് എന്റെ ഒരു ഇടപെടലിലേക്ക് വെച്ച് 5000 രൂപയ്ക്ക് അവനെ നമ്മൾ സെറ്റ് ചെയ്തില്ല. 5000 രൂപയ്ക്ക് സെറ്റ് ചെയ്ത് 25000 രൂപ കോട്ടയം മെഡിക്കൽ കോളേജ് എനിക്ക് ഇവന് വേണ്ടി ചെലവായത്. എന്തിന്? ഈ മൂക്കി പഞ്ഞിലാണ് വലിച്ചു കയറ്റിയത്. സർജറി ചെയ്ത് പുറത്തെടുത്താൻ അറിയോ? അയ്യോ, പൈസ ചുമ്മാ കളഞ്ഞു. ഒരാളെ തീപ്പെട്ടി വാങ്ങിച്ച് കത്തിച്ച് അവനെ മൂക്കിലിട്ടാ പോരായിരുന്നു. എന്റെ പൊന്നച്ചായ വല്ലതും പറയാനുണ്ടോ? വാദമൊന്ന് പറ. ഞാൻ വളർന്ന് പച്ചത്തെറിയ പറയുന്നത്. പക്ഷെ എന്നെ മീശയെ തട്ടി അതല്ല എന്റെ വായിക്കൂടെ ആമാശയത്തിലോട്ട് പോകാൻ തെറിയല്ല. എനിക്കിന് ഒറ്റ പേടിയേ ഉള്ളൂ. ഈ തെറിയെല്ലാം കൂടെ എന്റെ ആമാശയത്തിൽ കിടന്ന് വല്ല ദഹനക്കേട് ഉണ്ടാക്കുന്നുള്ള പേടിയായിരിക്കും. ഇവൻ ശരിയാവത്തില്ല. അതാ ശരിയാത്ത. എന്റെ പൊന്നച്ചായ അച്ഛൻ ആളെ മനസ്സിലാവാൻ ചേട്ടാ. എന്താ മനസ്സിലാവാൻ? ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ശാന്തയുടെ വേഷം കിട്ടുന്ന പുള്ളിയാ. ഏതാ മിക്കാടുകാരി ശാന്തയുടെ? സാന്റാക്ലോസിന്റെ വേഷം കിട്ടുന്ന പുള്ളി ആണോ? വർഗീസ് സച്ചാന്റെ വീട്ടിൽ വന്നപ്പോ ഏത് പാട്ടാണ് ഇവൻ ഡാൻസ് കളിച്ചത്? ആ സംഭവം ശരി. അല്ലല്ല, അത് നീ പറയുന്നത് അതെന്റെ ഡാൻസിനെ മാത്രം കുറ്റം ആണ്. വർഗീസ് സച്ചാൻ നിന്റെ ഡാൻസ് കൊള്ളാത്തോണ്ട് ഒരു പൈസ പിന്നെ അത്രയും തെറിയാൻ പറയും. യവന്മാരുടെ പാട്ടിന്റെ പ്രശ്നമോ? അമ്മരാളിനെ കിടക്കാനായിട്ടാ പാടിയത്. എന്താ പാട്ട്? നമ്മൾ സാധാരണ നമ്മൾ ആ SNDP ഗുരുമന്ത്രിന്റെ അവിടെ തുടങ്ങുമ്പോൾ 5ാമത് ഏത് പാട്ട് പാടണമെന്ന് പറഞ്ഞേ? അത് മറ്റേ ശാന്തരാത്രി തിരുരാത്രി അങ്ങനെയാണോ പറഞ്ഞത്? ആ പാട്ട് പാടണം. ഇവന്മാര് അവിടെ കയറിപ്പോ 5ാമത്തെ പാട്ട് ഏതാ പാടിയെന്ന് ചോദിച്ചേ? നീയൊക്കെ ഏത് പാട്ടാടാ പാടിയത്? രാത്രി ശുഭരാത്രി ഇനിയെന്നും ശിവരാത്രി കണ്ടോ? ഈ പാട്ടവന്മാര് പാടിയത്. ഈ പാട്ടിനെടുത്തിട്ട് ഡാൻസ് കളിക്കാനേ ഞാൻ സാന്താക്ലോസ് ആണ്, അല്ല സന്തോഷ് പണ്ഡിറ്റ് അല്ല. നീ എന്താ വേറെ കാണിച്ചത്? അമേരിക്കക്കാരൻ അച്ഛൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ പെണ്ണുമ്പിള്ളടുത്ത് ഓളത്തോ ചാടി എത്തിനാടാ നീ? അയ്യോ, അത് അവിടുത്തെ അമ്മമ്മയായിരുന്നു. അത് അമേരിക്കക്കാരന്റെ വീട്ടിലെ ഉണ്ടച്ചക്കട മൂട്. ഇത് ഞാനറിയുന്ന. ഞാൻ അവരുടെ ഡ്രസ്സും അവരുടെ മുടിയെല്ലാം കൂടെ കണ്ടപ്പോ വിചാരിച്ചേ അവർ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ക്രിസ്മസ് ട്രീ ആണെന്നൊക്കെയെന്ന് ഓർത്താ ഞാൻ തോളത്ത് വെച്ച് ആടിയത്. ആണോ? ആ അമ്മമ്മയുടെ മുടി ആദ്യം വിട്ടപ്പോ 10 മിനിറ്റ് കഴിഞ്ഞാൽ നിന്റെ തല കയറിയുന്ന ആടിയനായിരുന്നു. ഇച്ചിരി പൊളിക്കും. ഈ തൊപ്പിയന്റെ തല ഉറക്കുന്നില്ല, പിന്നല്ലേ അമ്മാമ്മ. ഇവന്റെ ആട്ടം കാരണം 5 പൈസ കിട്ടുന്നില്ല, അറിയോ? അതൊക്കെ ചുമ്മാതെ. എന്തുവാ അത് ചുമ്മാ ഉടായ്പെടുക്കല? എന്തുവാ അവിടെ കാണുന്ന ആ 2 നില വീട്ടിൽ നിന്ന് 500-ന്റെ 2 പെട്ടപ്പടയ്ക്കുന്ന ലോട്ടച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ കിട്ടി. 500-ന്റെ 2 പെട. ഞാനും കണ്ടോ വരുന്നുണ്ടോ? കണ്ടോ? എടാ, അവിടെ ഇറങ്ങി റോഡിലെ വെട്ടത്തിൽ ഞാൻ നോക്കിപ്പോ എന്തോ അറിയോ? 500 നോട്ടിന് വേറെ അടിക്കാത്ത 2 ലോട്ടറി അവരെടുത്തു തന്നെ, അറിയോ? നോക്ക്. അപ്പൊ പൈസ ഒന്നും കിട്ടില്ല ഇവിടുന്ന്. എങ്ങനെ പൈസ കിട്ടും? ആകെ ഇടവകയില് 25 വീട്ടിൽ കയറി ഒരു വകയും കിട്ടിയില്ല. കിട്ടിയത് 4 ചാമ്പയ്ക്ക മാത്രം. ആ ചാമ്പയ്ക്ക പോലും എനിക്ക് വന്നില്ലേ? അല്ലല്ല, ഒന്നും കിട്ടിയില്ലെന്ന് പറയരുത്. എന്തോ 25 വീട്ടിൽ കയറിയെടുത്ത് ഉറപ്പായിട്ട് അവിടുന്ന് കനത്ത് എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. കനത്തെ കിട്ടിയതായിരുന്നു. കനത്തെ പോലീസുകാരന്റെ വീട്ടിൽ നിനക്ക് കിട്ടിയതായിരുന്നു. കനത്തെ സമയം കളയത് ആടാ നോക്കണം. ഇല്ല, സമയം കളത് ഇല്ല, ആടത്തില്ല. ഈ പുള്ളി എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഈഗോ അടിക്കുന്നുണ്ട് പുള്ളിയുടെ. എന്നെ പൊന്നച്ചായ എന്റെ ഒറ്റ ആളുടെ ഇതിലാണ് അച്ഛൻ ഇവിടെ വന്നത്. അല്ല, അച്ഛന് വലിയ കഴിവൊന്നും ഉണ്ടായിട്ടില്ല. പുള്ളി ഇടയ്ക്ക് വെച്ച് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ പ്രൊഫഷണൽ അല്ല. എനിക്ക് എന്ത് യോഗ്യതയാണ് എനിക്ക് പപ്പാഞ്ഞ് വേഷം കെട്ടാണെന്ന് അച്ഛൻ ചോദിക്കുന്നത്. അത് കറക്റ്റ്. ഇതിന് എന്ത് യോഗ്യതയാണ്? ഞാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് മാത്രം അച്ഛൻ പറയരുത്. അച്ഛൻ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? എന്തുവാ? ഈ ക്രിസ്മസ് വരുന്ന സമയത്ത് ഞാൻ പപ്പാഞ്ഞയുടെ വേഷം കിട്ടും, ഈ വയറും വെച്ചോണ്ട്. ഓണം വരുന്ന സമയത്ത് ഞാൻ മഹാബലിയുടെ വേഷം കിട്ടും, ഈ വയറും വെച്ചോണ്ട്. പുലികളിയുടെ സമയത്ത് തൃശ്ശൂർ പുലിവേഷം കിട്ടും, ഈ വയറും വെച്ചോണ്ട്. ഒരു സത്യം അറിയാവോ? എന്തുവാ? 12 പിള്ളേരെ നോക്കാൻ വേണ്ടിട്ടായത് ഈ വയറും വെച്ച വയറുവാദമായിട്ട് എന്തോ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത്ര പ്രൊഫഷണലാണ്, 100% പ്രൊഫഷണലാണ് ഞാൻ. അതെ, എന്താ തരത്തിട്ട് കാര്യമില്ല. കളിക്കുന്ന കളി നമുക്ക് സമയം പോകുന്ന വെച്ചാൽ നമുക്ക് വീടുകളിൽ കയറണം. ഇല്ല, ഇനി എന്റെ പൈസ തരണം. പൈസ തരാതെ ഞാൻ ഒരു ചവിട്ടടി ഞാൻ മുന്നോട്ട് പോകത്തില്ല. എടാ, അടുത്ത ഒരു പാട്ട് കഴിയുമ്പോൾ നിന്റെ പൈസ ക്ലിയർ ആയിട്ട് തന്നെ യോഗനെ പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട്. എന്റെ പൊന്നച്ചായി പറയുന്നേക്ക് ഞാനല്ലേ വിളിച്ചോണ്ട് വന്ന ഒറ്റ പാട്ട് ആണോ? അതിനുശേഷം അച്ഛന്റെ പൈസ തരും. അല്ല, അങ്ങനെയാണെങ്കിൽ ഒറ്റ പാട്ടിന്റെ അടുത്ത പാട്ടിലേക്ക് പോയാൽ ഞാൻ ഡാൻസ് കളിക്കുകയില്ല. ഈ പാട്ട് തീരുന്ന പറഞ്ഞാൽ അച്ഛന്റെ പൈസ തരും. പൈസ ഒറ്റ പാട്ടോട് കൂടി
ഈ പരിപാടി നിർത്തണം നമുക്ക്. എന്നാ അടിച്ചു തുടങ്ങിയോടാ. ഒറ്റപ്പാട്ട് ഒറ്റപ്പാട്ട്. ഉൾക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൽ പൊന്മകനാ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. 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 അപ്പൊ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളതെന്ന് പറയുന്നത് ഇന്ന് കോമഡി ഉത്സവത്തിൽ നമ്മൾ ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾ കൽത്തൊട്ടിലിൽ മറിയത്തിൽ പൊന്മകനാ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. ഉൾക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൽ പൊന്മകനാ ഹലോ ഒരു നാൾ ദൈവസുതൻ. ഇത് കഴിഞ്ഞില്ലേ? ഇത് നിർത്താറായില്ലേ? നിർത്തണ പുളിക്കും. അതാ ഇവിടുന്ന് ബെത്തലഹേമി വരെയുള്ള വീട് കയറ്റിയിട്ടാ ഇവന്റെ ആട്ടം ഞങ്ങൾ ഇവിടെ നിർത്തത്തുള്ളൂ. ഉറപ്പാണോ? ഉറപ്പാ. അതുവരെ ഈ പാട്ട് പാടുവോ? പാടും. അങ്ങനെയാണ് ഇന്ന് മുതൽ ഈ സാന്റാ ക്ലോസ്